23-ാം ദിവസം പുതുവഴി. ഹെറോദേസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. പൂജരാജാക്കന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്ന വാക്കുകൾ: ക്രിസ്മസ് എന്നാൽ കേവലം ഒരു സ്മരണയല്ല, അതൊരു തിരിച്ചറിവാണ്. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ലോകത്തിന്റെ പ്രകാശത്തെ ദർശിച്ച പൂജരാജാക്കന്മാർക്ക് പഴയ വഴികളിലൂടെ മടങ്ങിപ്പോകാൻ കഴിയുമായിരുന്നില്ല. കാരണം ദൈവത്തെ കണ്ടുമുട്ടുന്ന ഏതൊരു ഹൃദയവും പുതിയൊരു പാത, വഴി കണ്ടെത്തുന്നു. പൂജരാജാക്കന്മാർ നടന്നു പഴകിയ പാതകളും കണ്ടുപഴകിയ പാതയോരങ്ങളും ഉപേക്ഷിച്ചു. മനസ്സിന്റെ അകത്തളങ്ങളിൽ നീന്തിക്കളിക്കുന്ന ഒരു ഉണ്ണിയുടെ പാൽപുഞ്ചിരിയിൽ പുതിയ വഴിയുടെ ക്ലേശങ്ങളും ആകുലതകളും അവർ മറക്കുന്നു. നമുക്കുമുണ്ടാകണം ഈ ഒരു ദർശനം. പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കാൻ കഴിയണം. എല്ലാ മനുഷ്യരുടെയും പഴയ വഴികൾക്ക് ഒരു പൊതുഭാവമുണ്ട്. സ്വയത്തെ മുറുകെ പിടിക്കുന്ന, സ്വന്തം സുഖം മാത്രം അന്വേഷിക്കുന്ന സ്വാർത്ഥതയുടെ ഇരുളടഞ്ഞ വഴി. യേശു പറയുന്നു, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവൻ അതിനെ രക്ഷിക്കും. പൂജരാജാക്കന്മാർ പുതിയ വഴി അന്വേഷിച്ചത് സ്വന്തം ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഒരു ശിശുവിന്റെ ജീവനോടുള്ള കരുതലായിരുന്നു അത്. മറ്റൊരു ജീവനോട് അവർ കാണിച്ച കരുതലും കരുണയുമാണ് നൂറ്റാണ്ടുകളിലെ ക്രിസ്മസ് കഥകളിലും ക്രിസ്മസ് ഗീതങ്ങളിലും അവരെ അനശ്വരരാക്കിയത്. അവർ തിരഞ്ഞെടുത്ത മറ്റൊരു വഴി കേവലം ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയാണ്. അത് ജീവിതത്തിന്റെ വഴി കൂടിയാണ്. സ്വാർത്ഥതയുടെയും അധികാരത്തിന്റെയും സങ്കുചിതമായ വഴികളിലൂടെ ആയിരിക്കാം അതുവരെ ആ രാജാക്കന്മാർ സഞ്ചരിച്ചത്. പക്ഷെ അവർ മടങ്ങുന്നത് സ്നേഹത്തിന്റെയും സുഹൃതങ്ങളുടെയും വിശാലമായ വഴിയിലൂടെയാണ്. യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം പൂർത്തിയാകുന്നത് നാം പഴയ തെറ്റുകളിലേക്കും സ്വാർത്ഥതകളിലേക്കും മടങ്ങാതെ സ്നേഹത്തിന്റെയും കരുണയുടെയും പുതിയ പാതകൾ വെട്ടുമ്പോഴാണ്. മാറ്റിക്കുറിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പുതിയ വഴികൾ വെട്ടിത്തുറക്കാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ.